അപ്പം നമസ്കാരം. ഇന്ന് ചെറിയൊരു പരിപാടിയാണ്. ഇപ്പോൾ വാഴയില മുറുക്കലാണ് ഇവിടെ നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേദാറിൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടി അങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല. ഞാനും ശ്രീയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും രഞ്ജിത്തും ചിറ്റിയും ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അത്ര പേരുള്ള ഒരു കുഞ്ഞ് പരിപാടി. അപ്പോൾ ആ ഒന്നാമത്തെ പിറന്നാളാകുമ്പോഴത്തേക്കും നമ്മൾ ഇലയിൽ അവന് കുറച്ച് പരിപ്പും ചോറും പപ്പടവും നെയ്യും ഒക്കെ കൊടുക്കും. അങ്ങനെ ഒരു കുഞ്ഞാഘോഷമാണ്. അപ്പോൾ അതിന് ഇല മുറിക്കുക എന്ന ചടങ്ങിലാണ് ഇവിടെ ഞങ്ങളുള്ളത്. രാവിലെ തന്നെ ഞാനും കേദാറും ശ്രീയും കൂടെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഒരുക്കത്തിലാണ്. കമ്മോ അപ്പോൾ ഒരു കുഞ്ഞില ഞാൻ ആദ്യം തന്നെ കേദാറിന് വേണ്ടിയിട്ട് നിർത്തിയാണ്. ഒരു കുഞ്ഞില കണ്ട. ഇനി നമുക്ക് കുറച്ച് ഇലകൾ വെട്ടാം നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പിറന്നാൾ കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും അച്ഛമ്മയുടെ ഒക്കെ കൂടെ ഇരുന്ന് കളിയാണ് പിറന്നാൾ കുട്ടി. അപ്പോൾ നമ്മൾ വിളക്കത്ത് വിളമ്പാണ്. ഇലയിട്ടിട്ട് നമുക്കുള്ള വിഭവങ്ങളെല്ലാം ആദ്യം വിളക്കത്ത് വിളമ്പും. പരിപ്പ്, അച്ചാർ, അവിയൽ, പച്ചടി, കാളൻ, സാമ്പാർ, പപ്പടം, ചോറ്, പായസം, അങ്ങനെ ഒരു കൊച്ചു സദ്യയാണ് ഇന്നുള്ളത്. ചെറുതായിട്ടാണെങ്കിലും പിറന്നാൾ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കുഞ്ഞായിട്ട് ആഘോഷിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പം പ്രത്യേകിച്ച് കേദാറിൻ്റെ ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ കേദാറിൻ്റെ ഇലയിലേക്ക് വിളമ്പാണ്. ഇതുവരെ അവൻ തന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളെപ്പോഴും അവന് വായിൽ വെച്ച് കൊടുക്കലാണ്. അപ്പം ആദ്യമായിട്ട് ഇന്ന് ഇല ഇട്ടിട്ട് ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. ആദ്യത്തെ പിറന്നാളാകുമ്പോൾ തന്നെ ഇലയിൽ നിന്ന് കഴിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ഇലയാണിത്. പരിപ്പും പപ്പടവും ചോറും എല്ലാം കുറച്ച് കുറച്ച് വിളമ്പിയിട്ട് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്നുള്ളതാണ്. തന്നെ കഴിക്കോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. കാര്യം ഇതുവരെ അങ്ങനെ തന്നെ കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ എല്ലാം വിളമ്പി. ഇനിയിപ്പോൾ നെയ്യാണ് ചോറിലൊഴിക്കുന്നത്. സാധാരണ അവൻ നെയ്യ് ഒഴിച്ച് കഴിക്കാറില്ല. പാപ്പൻ ചിന്നാൻ കൈകൊട്ട് കൈകൊട്ട് നീ കൈകൊട്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി വായിൽ കഴിച്ചോ പാപ്പ കഴിച്ചോ. പപ്പടോട് കൂട്ട്. കോൺസെൻട്രേഷൻ അതിലാണ്. പരിപ്പിലേക്ക് എടുത്ത്
മേത്ത് വീണ്. വാരിക്കോ. താഴത്തോട്ടല്ലേ തന്നെ മാമുണ്ട് നോക്കാം പരിപ്പെടുത്ത് എടുക്ക കഴിക്കൂല അവൻ എടുത്ത്. കൈ കൊണ്ട് വാരാമേ അവന്റെ പണി അതാ. ഇനിയിപ്പോ പ്ലേറ്റിലെങ്ങനെ വെച്ചു കൊടുക്കുന്നു കാലത്ത് പോകും കൊറേ അപ്പൊ അവർ വയറിനറിയുള്ളൂ. അത് തന്നെ തന്നെ കഴിച്ചു അടങ്ങിന്നാണോ പറയണേ. പപ്പടം നല്ലപോലെ തിരുമ്മിട്ട് കേട്ടോ. ഉണ്ണി വായല്ലേ മുറിയില്ലേ. എന്തായാലും കേദാർ തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കൊടുത്തതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കേദാർ ഇതാ കളിച്ച് നടക്കുന്നുണ്ട്. മാല ഞാൻ പൊട്ടിക്കും തന്നെ ഞാനൊന്ന് ശരിയാക്കോളൂ. അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മുറിക്കലിലേക്ക് പോവാണ്. ഒരിതാ കേക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നൊന്നൊക്കെ എഴുതിയിട്ടതാ. അപ്പം അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കലിലേക്ക് കിടക്കുകയാണ്. Happy birthday to you. Happy birthday, dear Kedas. Happy birthday to you. Happy birthday. അത് ഏകദേശം ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന് തരാട്ടാ. ചേട്ടൻ വന്ന് കൊടുക്കാം. വേണ്ട ഹാപ്പി ബർത്ത്ഡേ. മാലയിലെ കുതിരശാണ്. അപ്പൊ ഇനി ഞങ്ങൾക്കായിട്ട് ചേട്ടന്റെ പോലത്തെ മാലയാ. ചേട്ടന്റെ പോലത്തെ മാല കടിക്കണമെന്നാണോ ചുണ്ടേലിരിക്കണം നക്കണോ ഞാൻ മധുര ഇഷ്ടപ്പെട്ടിട്ട്. കേക്ക് തരാം. അയ്യോ പറിച്ചെടുക്കല്ലേ. പിള്ളേര് കൊറേ പറിച്ചു കളഞ്ഞു. ചേട്ടന്റെ പോയിട്ട് മാല ഇട്ടു.
പിടിച്ചോട്ടാ നീ നടന്നു തുടങ്ങിയാലേ പറ്റുള്ളൂ. ഒരച്ഛൻ്റെ രോദനം. ഒരു മണിക്കൂറായി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കമ്പി ഊരും വെക്കും, ചിരിക്കും വെക്കും. ശരിയാവണില്ലേ? ശരിയാവും. ആവോ? ഇതെങ്ങനെയാലും ഇന്ന് ശരിയാക്കി മോനെ ഇതിൽ ഇരുത്തണം. അതാണ് അച്ഛൻ്റെ ലക്ഷ്യം. ചേട്ടൻ കണ്ടോണ്ടിരുന്ന് ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം അങ്ങനെ ചെറിയൊരു കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഒരു കുഞ്ഞു പിറന്നാൾ ആഘോഷം അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ കേദാറിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് മുത്തപ്പൻ തെയ്യം ഉണ്ട്, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പിറന്നാളായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കേദാറിന് വേണം. അവനെപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. താങ്ക് യു.